ഇനിയും മുന്നോട്ട്. ആശംസ. പോവുക പേമാരിയും മിടിയും കൂസിടാതെ, കാവുകൾ പൂച്ചൂടുന്നു കാത്തു നിൽക്കയാമോണം. ഇത് എഴുതിയിരിക്കുന്നത് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ് കേട്ടോ. അദ്ദേഹം കവിയായിരുന്നു, പിന്നെ അധ്യാപകനും ഒക്കെ ആയിരുന്നു കേട്ടോ. അദ്ദേഹത്തിൻ്റെ കൃതികൾ വേറെയും ഒരുപാടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് മാമ്പഴം എന്ന് പറയുന്ന ഒരു കവിത ഉണ്ട് കേട്ടോ. കൂട്ടുകാരത് വായിച്ചു നോക്കണേ. അപ്പം അതിലാകെ 4 വരികളാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഒന്ന് നമുക്ക് നോക്കാം അല്ലേ. എന്താണ്? പോവുക പേമാരിയും ഇടിയും കൂസിയിടാതെ കാവുകൾ പൂച്ചൂടുന്നു. അപ്പോൾ എന്താ? പോവുക പേമാരിയും ഇടിയും മഴയൊന്നും പോവാൻ കാത്തു നിൽക്കാതെ തന്നെ എന്താണ്? കാവുകൾ പൂച്ചൂടുന്നു. കാവുകളുടെ ഒക്കെ എന്താ? കാവുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വനപ്രദേശം പോലുള്ള സ്ഥലങ്ങൾ കേട്ടോ. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ്? പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ എന്താ? കാത്തു നിൽക്കയാമോണം. പൂക്കളെ കാത്ത് ആര് നിൽക്കുന്നുണ്ട്? ഓണം അല്ലേ. അപ്പൊ ഓണത്തിനെ വരവേൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ കവിതയിൽ. അപ്പൊ ആശംസ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? ഇവിടെ നന്മ നേരുക അല്ലേ. പ്രതീക്ഷ ആണ് ഈ കവിതയിൽ. നന്മ നേരുവാണ് ഈ ആശംസ എന്ന് പറഞ്ഞാൽ. ചേർത്ത് പിടിക്കാം. പേമാരിയും ഇടിയും മറ്റു കഷ്ടപ്പാടുകളും ഇടയ്ക്കിടയ്ക്ക് വന്നെന്നിരിക്കും. ഒന്നിച്ചു നിന്നാലേ അതൊക്കെ മറികടക്കാൻ കഴിയൂ. ഒന്നിച്ചു നിൽക്കണമെങ്കിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കണം. അതിനെന്താണ് ആദ്യം വേണ്ടത്? ഇഷ്ടം. കാറ്റിൻ്റെ തലോടലും മഴയുടെ കുളിരും എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ. ഇളംവെയിൽ ചൂടും നിലാവിൻ്റെ തണുപ്പും മാറി മാറി പെയ്തിറങ്ങുന്ന ഈ ഭൂമിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. കടലും ആകാശവും കണ്ടുകണ്ട് എനിക്ക് കൊതി തീരാറില്ല. കുയിലിൻ്റെ പാട്ട് എൻ്റെ കാതിനൊരു തേൻമഴയാണ്. കുഞ്ഞിപ്പൂച്ചയോടൊപ്പം കളിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ മറക്കും. കുളത്തിലെ മീനിൻ്റെ നൃത്തവും പൂക്കളുടെ മഴവിൽ ചന്തവും പൂമ്പാറ്റയുടെ തുള്ളിക്കളിയും എന്തുമാത്രം ഇഷ്ടമാണെന്നോ എനിക്ക്. പുസ്തകങ്ങൾ എനിക്ക് ജീവനാണ്, പഴങ്ങളെ പോലെ. അമ്മ, അച്ഛൻ, ചേട്ടൻ, ചേച്ചി, അനുജൻ, അനുജത്തി, കൂട്ടുകാർ, നാട്ടുകാർ, ഇഷ്ടം. ഈ ലോകത്തെ മുഴുവൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ലോകമാകെ ഒരു വീടാണ്. ഈ അറിവ് ജീവിതത്തിൽ പകർത്തുന്നത് എങ്ങനെയാണ്? വാവ ജീവനെ കാക്കുന്നു. ആകാശമാകെ ഇരുൾ പരന്നു, ലോകാവസാനം വരുന്ന പോലെ ഇടിയും മഴയും തകർത്തു വന്നു. വാവയ്ക്കു കണ്ടു മിഴി നിറഞ്ഞു. അവളുടെ കാക്ക കുയിൽ പിറാവ് മഴയിൽ നനഞ്ഞ് വിറയ്ക്കയല്ലേ. കൂടും കുടിയും തകർന്നു പോയാൽ അവരുടെ വാവകളെന്തു ചെയ്യും? പെട്ടെന്നവൾക്കൊരു ചിന്ത വന്നു. അമ്മയ്ക്കു മുന്നിൽ ചിണുങ്ങി നിന്നു. പുള്ളിക്കുടയൊന്നുടനെ വേണം. അമ്മ നിവർത്തി നിലത്തു വെച്ചു. ജാലകവാതിലിലൂടെ നോക്കി വാവ വിളിക്കുകയായി. വാവാം. ആ വിളി കേട്ട പാടോടി വന്നു മാനുമണ്ണാനും മയിലുമെല്ലാം. ചുട്ടരിക്കപ്പെട്ട കാട്ടിൽ നിന്ന്, ഇല്ലാതെയായ മലയിൽ നിന്ന്, നഞ്ഞു കലർന്ന നദിയിൽ നിന്ന്, പൊള്ളുമാകാശച്ചെരിവിൽ നിന്ന് വന്നവരെല്ലാം നിരനിരയായി അക്കുടച്ചോട്ടിൽ ഒതുങ്ങി നിന്നു. അത്തണൽ വട്ടം വളർന്നു വന്ന് വീടൊരു കാടായ പോലെ നിന്നു. എല്ലാവരോടും ഇണങ്ങി വാവ മാമു കൊടുത്ത് ഉറക്കി വാവ. ഒപ്പമുറങ്ങുകയായി വാവ. അപ്പോൾ കിനാവിൽ ചിരിച്ചു വാവ. ഇനിയുള്ള ദിവസങ്ങൾ വീരാൻകുട്ടി. വാവ ജീവനെ കാക്കുന്നു. ഈ കവിതയിലെ ആശയം നമുക്കൊന്ന് നോക്കാം. ആകാശമാകെ ഇരുൾ പരന്നു. അപ്പം എന്താ ആകാശം? ഇപ്പോഴത്തെ കാലാവസ്ഥയിലെ അധികം എന്താ ഉണ്ടാവുക? ആകാശം
ഇങ്ങനെ കാർമേഘം വന്ന് മൂടി എന്തിനുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ? മഴ വരാൻ പോവുകയാണ് അല്ലേ? ലോകാവസാനം വരുന്ന പോലെ ഇടിയും മഴയും തകർത്തു വന്നു, വാവയ്ക്കു കണ്ടു മിഴി നിറഞ്ഞു. അപ്പൊ ഇവിടെ എന്താണ് വരാൻ പോകുന്നത്? ഇടിയും മഴയും വരാൻ പോവുകയാണ്. അപ്പൊ അത് കണ്ടു നിൽക്കുന്ന ഒരു വാവ ഇവിടെ ഉണ്ടല്ലേ, ചിത്രത്തിൽ കാണാം. അപ്പൊ വാവയ്ക്ക് എന്താകാണ്? കണ്ടു മിഴി നിറഞ്ഞു. അപ്പൊ സങ്കടം വരികയാണ്. എന്തിനാണെന്ന് നോക്കാം. അവളുടെ കാക്ക കുയിൽ പിറാവ് മഴയിൽ നനഞ്ഞ് വിറയ്ക്കയല്ലേ. അപ്പൊ അവൾ എന്തോർത്തിട്ടാണ് അവൾക്ക് സങ്കടാവുന്നതെന്നറിയോ? അവളുടെ കാക്ക കുയില് പിറാവൊക്കെ എന്താവാൻ പോവാണ്? ഇപ്പൊ മഴ നനയൂലേ? കൂടും കുടിയും തകർന്നു പോയാൽ അവരുടെ വാവകളെന്തു ചെയ്യും? അപ്പൊ എന്തോർത്തിട്ടാ സങ്കടം? കൂടൊക്കെ അങ്ങനെ ഇപ്പം കാറ്റും മഴയും വന്നാൽ തകർന്നു പോകൂലേ, മരത്തിലൊക്കെ ഉള്ള കൂടുകളൊക്കെ. അപ്പോൾ അവരുടെ കുഞ്ഞുങ്ങളൊക്കെ എന്തായി പോകും? നനഞ്ഞു പോകും അല്ലേ, കൂട് തകർന്നാല്. അപ്പോൾ ഈ കുട്ടിക്ക് സങ്കടാവുകയാണ് ഇതൊക്കെ ഓർത്തിട്ട്. പെട്ടെന്ന് അവൾക്കൊരു ചിന്ത വന്നു, അമ്മയ്ക്കു മുന്നിൽ ചിണുങ്ങി നിന്നു. അപ്പൊ അമ്മേൻ്റെ അടുത്ത് പോയിട്ട് എന്താണ്, വേഗം അമ്മേൻ്റെ അടുത്താണല്ലോ അല്ലേ സങ്കടം പറയാനും ചിണുങ്ങാനൊക്കെ വാശി പിടിക്കുകയൊക്കെ ചെയ്യാം നമ്മൾ. ആരെടുത്താണ്? അമ്മേൻ്റെ അല്ലേ. അപ്പൊ അമ്മയുടെ അടുത്ത് പോയിട്ട് എന്താണ്, പുള്ളിക്കുടയൊന്നുടനെ വേണം, അമ്മ നിവർത്തി നിലത്ത് വെച്ചു. നിവർത്തി കൊടുത്തില്ലേ ഇപ്പം ഇവിടെ കച്ചറിയാവൂലേ. അപ്പൊ അതുകൊണ്ട് എന്താണ്, അമ്മ വേഗം പുള്ളിക്കുട എടുത്തു കൊടുത്തു കുട്ടിക്കില്ലേ. ജാലകവാതിലിലൂടെ നോക്കി വാവ വിളിക്കുകയായി. വാവ ആ വിളി കേട്ട പാടോടി വന്നു മാനുമണ്ണാനും മയിലുമെല്ലാം. അപ്പൊ എന്താ, ജാലകം എന്ന് പറഞ്ഞാൽ എന്താ? ജനവാതിലില്ലേ. അപ്പൊ ജാലകത്തിനുള്ളിലൂടെ നോക്കിയിട്ട് കുട്ടി വാ വാ വിളിക്കുകയാണ്. എന്നിട്ട് എന്താ, അപ്പൊ ആരൊക്കെയാ ഓടി വരുന്നത്? ആ വിളി കേട്ട പാട് ആരെല്ലാം വന്നു? മാനും അണ്ണാനും മയിലുമെല്ലാം. അപ്പൊ മാനും അണ്ണാനും മയിലും ഒക്കെ ഓടി വരികയാണ്. ചുട്ടരിക്കപ്പെട്ട കാട്ടിൽ നിന്ന് ഇല്ലാതെയായ മലയിൽ നിന്ന്. അപ്പൊ അവിടെ ഇനി പറയാൻ പോകുന്നത് എന്താണ്? ചുട്ടരിക്കപ്പെട്ട കാട്ടിൽ നിന്ന്, പിന്നെയോ ഇല്ലാതെയായ മലയിൽ നിന്ന്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എന്താണ്, കാടൊക്കെ ചുട്ടരിക്കുകയും മലയിലൊക്കെ എന്താണ്, മലയൊക്കെ കുന്നൊക്കെ ഇടിക്കുന്നല്ലേ. അപ്പോൾ ഇല്ലാതെയായ മലയിൽ നിന്നും, പിന്നെയോ നഞ്ഞു കലർന്ന നദിയിൽ മീൻ പിടിക്കാൻ വേണ്ടിയൊക്കെ നഞ്ഞു കലക്കുക അല്ലേ, വിഷമൊക്കെ കലർത്തല്ലേ മീനുകളും എല്ലാം. ഇപ്പം എന്താണ്, അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെയാ കുട്ടി ഇതിൽ പറയുന്ന കവിതയിൽ? ചുട്ടരിക്കപ്പെട്ട കാട്ടിൽ നിന്ന്, ഇല്ലാതെയായ മലയിൽ നിന്ന്, നഞ്ഞു കലർന്ന നദിയിൽ നിന്ന്, പൊള്ളും ആകാശച്ചെരിവിൽ നിന്നില്ലേ. ആകാശച്ചെരിവിൽ ആരാണ്ടാല്? കിളികളൊക്കെ അല്ലേ. അപ്പൊ അവിടെ നിന്നൊക്കെയാണ് ആരെല്ലാം ഓടിയെത്തിയതില്ലേ? വന്നവരെല്ലാം നിരയായി ആ കുട ചോട്ടിൽ ഒതുങ്ങി നിന്നു. അപ്പൊ കുട്ടീൻ്റെ ഈ കുടേൻ്റെ ചോട്ടിൽ അവരെല്ലാം വന്നിട്ട് ഇങ്ങനെ ഒതുങ്ങി നിന്നു. അത്തണൽ വട്ടം വളർന്നു വന്ന് വീടൊരു കാടായ പോലെ നിന്നു. അപ്പൊ ഇങ്ങനെ എല്ലാവരും ഒത്തുകൂടിയപ്പോ അവളുടെ വീട് എന്തായ പോലെ തോന്നി? ഒരു കാടായ പ്രതീതിയാണ്, കാടായ പോലെ നിന്നുല്ലേ. എല്ലാവരോടും ഇണങ്ങി വാവ മാമു കൊടുത്ത് ഉറക്കി വാവ. വാവയപ്പം എന്താ ചെയ്ത? എല്ലാവരോടും വേഗം വാവ ഇണങ്ങിയില്ലേ, മാമു കൊടുത്ത് ഉറക്കി. പിന്നെയോ ഒപ്പമുറങ്ങുകയായി വാവ. അപ്പോൾ കിനാവിൽ ചിരിച്ചു വാവ. അപ്പൊ എന്താണ്, കിനാവില് വാവ ചിരിച്ചു. കിനാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിനാവ് കാണുക, സ്വപ്നം കാണുക. നിങ്ങളെല്ലാം സ്വപ്നം കാണാറില്ലേ ഉറങ്ങുമ്പോ ഒക്കെ? അപ്പൊ കിനാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വപ്നം കാണുക. അപ്പൊ സ്വപ്നത്തില് വാവ ഇവിടെ ചിരിക്കുകയാണ്.